ഇന്ന് നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണെന്ന് നോക്കാം. 6 കാർഡ്സ് വെച്ചിട്ട് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, ഇതാണ് നമുക്കിന്ന് സ്പ്രെഡ് വന്നിരിക്കുന്നത്. അപ്പം പൂർവ്വകാലത്തൊക്കെ നല്ല സ്നേഹത്തില് നല്ല റിലേഷൻഷിപ്പിലായിരുന്നവരുടെ ഒരു എനർജിയാണ് ഇതിൽ കാണിക്കുന്നത്. നേരത്തെയൊക്കെ നല്ല സ്നേഹത്തോടെ നല്ല വിശ്വാസത്തോടെ കഴിഞ്ഞിരിക്കുന്നവരുടെ ഒരു എനർജിയാണ് നമുക്ക് ഈ കാണിക്കുന്നത്. അപ്പം കുറെ നാളത്തെ ലൈഫിന് ശേഷം ഇവരിലൊരു മാറ്റം, ഇപ്പോൾ ജീവിക്കുന്ന ആളിലൊരു മാറ്റം കാണുന്നതായിട്ട് നമുക്ക് തോന്നാം. എന്ന് പറഞ്ഞാൽ സത്യവുമായിരിക്കും. എന്ന് പറഞ്ഞാൽ കൂടെ ജീവിക്കുന്നവർക്ക് ആ ഒരു മാറ്റത്തെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഈ 3 ഓഫ് വാണ്ട്, 6 ഓഫ് കപ്പ്, ദ ഹൈ പ്രീസ്റ്റസ്, ഇപ്പൊ പ്രണയ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നതിനെ ഒരു മാറ്റത്തെയാണ് കാണിക്കുന്നത്. ഈ 3 കാർഡുകൾ നമ്മൾ ഈ കാണിക്കുന്ന മാറ്റത്തെയാണ് ഈ ആദ്യത്തെ 3 കാർഡുകൾ കാണിക്കുന്നത്. അപ്പം പഴയ നല്ല ഓർമ്മകളിൽ മാത്രം ജീവിച്ച പങ്കാളിയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളെ കണ്ടില്ലെന്ന് നടിച്ചാൽ തെറ്റായ ബന്ധം പൂർണ്ണമായും, എന്ന് പറഞ്ഞാൽ പഴയ ഓർമ്മകളൊക്കെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് തകരാനുമുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ആന്തരിക ശക്തികളെ ശ്രമിക്കണം. അന്തരാത്മാവ് എന്തു പറയുന്നു അതിനനുസരിച്ച് ഈ ബന്ധം കൊണ്ടുപോകണം എന്നാണ്. പുറത്ത് ആ വ്യക്തി എന്തൊക്കെ തെറ്റ് കാണിച്ചാലും നമ്മുടെ അന്തരാത്മാവ് എന്ത് പറയുന്നു അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന കടുത്ത പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്യാൻ അന്തരാത്മാവാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കൂടുതലും. അപ്പം ഈ മുമ്പ് പരസ്പരം ഒത്തിരി സ്നേഹിച്ചും കഴിഞ്ഞവരൊക്കെ ആയിരിക്കും ഈ 6 ഓഫ് കപ്പിന്റെ എനർജി പറയുന്നത്. നേരത്തെ പാസ്റ്റിലൊക്കെ ഒത്തിരി സ്നേഹിച്ചൊക്കെ ദമ്പതികളായി ജീവിച്ചവരായിരിക്കും. മാതൃകാ ദമ്പതികളാണ്, ദമ്പതികളുമല്ല, മാതൃകാ ദമ്പതികളായി ജീവിച്ചവരാണ് നിങ്ങൾ. ഓക്കെ, എന്നാൽ ഇപ്പോൾ പങ്കാളിയുടെ ഭാഗത്ത് നിന്നും ഒരു ചില ഈഗോ പ്രശ്നങ്ങളും പിന്നെ മറ്റു ചില കുത്തുവാക്കുകളും ഒക്കെ കേട്ടിട്ടായിരിക്കും ഈ ബന്ധം വല്ലാത്തൊരു രീതിയിലാണ് മുന്നോട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നതെന്നാണ് ഈ കാർഡുകൾ പറയുന്നത്. അപ്പോൾ ഇതൊരു കോളേജ് ഫ്രണ്ട്ഷിപ്പ് പോലെയാണ്. സ്നേഹിക്കുന്ന സമയത്ത് എന്ത് തെറ്റുകൾ കാണിച്ചാലും അതൊക്കെ ക്ഷമിക്കുകയും പിന്നെ ഒരു ലൈഫിലോട്ട് കടക്കുമ്പോൾ പിന്നെ അത് മാച്ചായി പോവാതെയും പിന്നെ അകലാനും ഒക്കെ ചാൻസ് ഉള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. ദി ഹൈ പ്രീസ്റ്റസ് കാണിക്കുന്നത് നിങ്ങളുടെ വാക്കുകളെക്കാൾ അധികം നിങ്ങളിലെ ഉള്ള നിങ്ങളുടെ മനസ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവുക. നിങ്ങൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം 6 ഓഫ് കപ്പും 5 ഓഫ് വാണ്ടിന്റെയും 5 ഓഫ് സോർഡ്സിന്റെ എനർജി പറയുന്നത് നേരത്തെയൊക്കെ നല്ല സ്നേഹത്തിലൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പം ഇപ്പോഴാണെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന ഒരു മെന്റാലിറ്റിയിലോട്ട് മാറി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ നല്ല സ്നേഹമുള്ള ബന്ധമായിരുന്നു. ഇപ്പൊ 5 ഓഫ് സോർഡ്സിന്റെ എനർജിയിലായിട്ട് പറയുന്നത് എന്നെ ഒന്നും കൊള്ളിയില്ല. അപ്പൊ അനാവശ്യ തർക്കങ്ങള്, അപ്പൊ ആ ഒരു മെന്റൽ ഇതിൽ കൂടെ അനാവശ്യ തർക്കങ്ങളും ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും? അപ്പം അനാവശ്യമായ വാദപ്രതിഭാവങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ 5 ഓഫ് സോർഡ്സ് നമുക്ക് കാണിക്കുന്നത്. ഇപ്പൊ സ്വയം സമയം കണ്ടെത്തുക എന്നാണ് ഈ കാർഡ്. ദി ഹൈ പ്രീസ്റ്റസും ദി ഹെർമിറ്റ് കാർഡും എന്താ പറയുന്നത്? നിങ്ങൾ ഒറ്റയ്ക്ക് ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ലീഡ് ചെയ്യാൻ ഉള്ള ഒരു കഴിവ് നിങ്ങൾ കണ്ടെത്തണം. അപ്പം എന്ത് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ അത് നിങ്ങളിൽ തന്നെ നിങ്ങൾ ഡെവലപ്മെന്റ് ചെയ്യുക. അല്ലാതെ മറ്റൊരാള് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് തരും എന്നൊന്നും ചോദിച്ച് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങളിൽ തന്നെ നിങ്ങൾ ഡെവലപ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞ് നിരന്തരം മെസ്സേജ് അയച്ച് ഓപ്പോസിറ്റുള്ള വ്യക്തിയെ ശല്യപ്പെടുത്താതെ നിങ്ങൾ നിങ്ങളുടെ ജോലി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാന മാർഗം കണ്ടുപോകാൻ നിങ്ങളിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നാണ് ഈ കാർഡുകൾ നമുക്ക് ഹൈപ്രിസ്റ്റസും ഹെർമിറ്റും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നമുക്ക് കൂടെ ജീവിക്കുന്ന ആൾ ഇഷ്ടമല്ലാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അതിൽ കടിച്ചു തൂങ്ങി എപ്പോഴും അവരെ ചേച്ച് ചെയ്യാതെ നിങ്ങളിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ കടുത്ത ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങൾ ഞാൻ ഇനി അംഗീകരിക്കില്ല എന്നാണ് ഈ ജസ്റ്റിസ് കാർഡ് നമ്മളെ
ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം ഒന്നിനും അടിമപ്പെടാതെ നിങ്ങളുടെ ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ നിങ്ങൾ അത് ഉറപ്പിച്ച് പറയാൻ ഒരിക്കലും മടിക്കരുത്. നിങ്ങൾ ജസ്റ്റിസ് പറഞ്ഞ ഒരു ന്യായത്തിന്റെ കാർഡ്. അപ്പൊ നിങ്ങളാണ് കള്ളത്തരമൊന്നും ചെയ്യാതെ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നതെങ്കിൽ ഞാൻ ഇന്നതിന് പോകുന്നില്ല, ഞാൻ സ്ട്രൈറ്റ് ആയിട്ടാണ് റിലേഷൻ നിൽക്കുന്നതെന്ന് ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയോട് പറയാൻ മടിക്കരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു മുഖമറയുടെ ആവശ്യമില്ല. നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഈ നീതി കിട്ടുകയും ചെയ്യും. ആ സത്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ സഫർ ചെയ്യുന്ന എന്ത് കാര്യത്തിനാണ്, ആ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പേപ്പറിലോ ഇല്ലെങ്കിൽ വാട്സപ്പ് നോട്ട്സിലോ എടുത്ത് എഴുതി വെച്ചിട്ട് അടുത്ത തവണ പങ്കാളിയോട് സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് ശാന്തമായി പറയുക. അപ്പം മുൻപേ ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഒന്നേ ഒരു പേപ്പറിൽ എഴുതി വെക്കുക, ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ആ വ്യക്തിയോട് പറയുക, ഇനിയും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്യില്ല എന്ന് ശാന്തമായി തന്നെ പറയുക. അപ്പോൾ നിങ്ങളുടെ മൂല്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാതെ എതിർവശത്തുള്ള ആളല്ല മനസ്സിലാക്കുക. നിങ്ങൾ മൂല്യങ്ങൾ മനസ്സിലാക്കി ശരിയായ അതിർവരമ്പുകളെ സൃഷ്ടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എന്നാണ് ഈ സ്ക്രിപ്റ്റ് ഞങ്ങൾ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലുള്ള മൂല്യങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുപോകണം. നിങ്ങൾ എപ്പോഴും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇപ്പം നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് വയ്യ എങ്കിൽ മറ്റാരും നമ്മളെ സ്നേഹിക്കത്തില്ല. അതുകൊണ്ട് അവനവനെ സ്നേഹിക്കാൻ അവനവൻ ആദ്യം പഠിക്കുക എന്നാണ് നമുക്ക് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ഈ റീഡിംഗ് ചിലർക്കൊക്കെ റെസനേറ്റ് ആയെന്ന് കരുതുന്നു. അപ്പൊ റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നല്ല ചാനലിലെ നല്ല വീഡിയോകൾക്കായി ഒക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.